തിരുവനന്തപുരം നഗരസഭയിലെ മണ്ണന്തലയിൽ 1.5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ശുദ്ധജല പ്ലാന്റ് മുൻ ഭരണസമിതിയുടെ അനാസ്ഥയെ തുടർന്ന് നശിക്കുന്നു. 2020-ൽ മുൻ LDF ഭരണസമിതി കൊട്ടി ആഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത പ്ലാന്റാണ് ഇന്ന് കാട് മൂടി നശിക്കുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം പാഴാക്കുന്ന ഭരണസമിതിയുടെ നിലപാടിനെതിരെ നിലവിലെ BJP ഭരണസമിതി രംഗത്തെത്തി. ഇതാണ് തിരുവനന്തപുരം മണ്ണന്തലയിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ശുദ്ധജല പ്ലാന്റ്. 2020 ഒക്ടോബർ 28-ന് അന്നത്തെ CPM മേയർ K. ശ്രീകുമാർ വലിയ ആഘോഷങ്ങളോടെ ഉദ്ഘാടനം ചെയ്ത ഈ പദ്ധതി ഇന്ന് മുൻ CPM ഭരണസമിതിയുടെ അനാസ്ഥയ്ക്ക് തെളിവായി മാറിയിരിക്കുകയാണ്. 1.5 കോടിയോളം രൂപയാണ് പ്ലാന്റിനായി പൊതുഖജനാവിൽ നിന്നും മുൻ ഭരണസമിതി ചിലവഴിച്ചത്. ജനങ്ങളുടെ പണം നശിപ്പിക്കുന്ന ഈ നിലപാടിനെതിരെ BJPയുടെ പുതിയ ഭരണസമിതി രംഗത്തെത്തിക്കഴിഞ്ഞു. നിലവിൽ പദ്ധതിയുടെ ഫയലുകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും കോടികൾ ചിലവിട്ട് നിർമ്മിച്ച ഈ സംവിധാനം ജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ പ്രവർത്തന സജ്ജമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മണ്ണന്തല കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ചെമ്പഴന്തി ഉദയൻ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതി 2020 ലാസ്റ്റ് 2025-ൽ വന്ന ഭരണസമിതിക്കും അതിൻ്റെ പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാനോ അതിൻ്റെ ഫയലൊന്നും എടുക്കുവാനോ അത് ചർച്ച ചെയ്യാനോ സാധിച്ചിട്ടില്ല. ഇപ്പോൾ പുതിയ ഭരണസമിതി വന്നിട്ട് 4 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് നമ്മൾ അല്ലാത്ത അസംബ്ലി തിരഞ്ഞെടുപ്പായി അതിൻ്റെ ഫയൽ നമ്മൾ എടുത്തിട്ടുണ്ട്. മേയറുടെ പ്രത്യേക താല്പര്യ പ്രകാരം നമ്മൾ ആ ഫയലെടുത്ത് പഠിച്ചു വരികയാണ്. എങ്ങനെയാണ് അത് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെ നമുക്ക് ജലം അവിടെ എത്തിക്കാൻ വേണ്ടി സാധിക്കും. എന്തായാലും മേയറുടെ പ്രത്യേക താല്പര്യം ഈ എത്രയും പെട്ടെന്ന് തന്നെ ആ പ്ലാന്റ് പ്രവർത്തിക്കുക എന്നതാണ് ഇപ്പോൾ ഭരണസമിതി യുടെ മുന്നിലുള്ള ഒരു ധാരണ. മേയർ അതിന് പ്രത്യേകം താല്പര്യമെടുത്തിട്ടുണ്ട്. പ്ലാന്റിനുള്ളിലെ ആധുനികമായ RO മെഷീനുകൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. കെട്ടിടത്തിനകത്തെ ACയും പ്രവർത്തനരഹിതമായിട്ടുണ്ട്. ലക്ഷങ്ങൾ വില വരുന്ന ജനറേറ്റർ പുറത്ത് വെയിലും മഴയുമേറ്റ് നശിക്കുന്ന അവസ്ഥയിലാണ്. കുളത്തിലെ ജലം ശുദ്ധീകരിച്ച് കുടുംബശ്രീ വഴി ജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ കുടിവെള്ളം എത്തിക്കുക എന്നതായിരുന്നു LDF ഭരണസമിതിയുടെ വാഗ്ദാനം. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ വിതരണം ചെയ്തിട്ടില്ല. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച RO ശുദ്ധജല പ്ലാന്റാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. 2020-ലാണ് ഈ പ്ലാന്റിൻ്റെ ഉദ്ഘാടനം നടന്നത്. എന്നാൽ CPMൻ്റെ തന്നെ പിടിപ്പുകേട് കൊണ്ട് ഈ പ്ലാന്റ് ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നൊരവസ്ഥയാണ്. ക്യാമറാമാൻ അഭിജിത്ത് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ ജ്യോതിഷ് ജനാർദ്ദൻ, ജനം, തിരുവനന്തപുരം.